ടി-ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് പാക്കിംഗ് മെഷീനാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അളവിലുള്ള മെറ്റീരിയൽ കവർ ഫോം ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് പുറത്തെടുക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. ഇത് 100% ഇന്ത്യൻ മാനുഫാക്ചർഡ് മെഷീനാണ്. ഈ മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 gram to 1 kg ആണ്. ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് 2 gram to 100 gram അതുപോലെ തന്നെ 500 gram to 5 kg നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പെർ മിനിറ്റിൽ നമുക്ക് 6 to 10 പാക്കറ്റ്സ് ആണ് പറ്റുന്നത്. അപ്പോൾ അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 12 to 20 പാക്കറ്റ്സ് അല്ലെങ്കിൽ 24 to 30 പാക്കറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന മെറ്റീരിയലിനെ നമുക്ക് എത്ര അളവിൽ പാക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. കവറിൻ്റെ ലെങ്ത് എത്തോരം വേണമെന്നുള്ളത് നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പോർഷനിൽ ടച്ച് സ്ക്രീനിൽ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. അതനുസരിച്ച് ഇതിനെ മെഷർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഡിസ്പെൻസ് ചെയ്യും. ഇവിടെയാണ് നമ്മളുടെ കവർ ഫോമിങ് വരുന്നത്. കവർ ഫോം ചെയ്ത് അതിനകത്ത് മെറ്റീരിയൽ വീഴും. അത് കഴിയുമ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് സീൽ ചെയ്ത് നമുക്ക് എടുക്കും. ഈ സീലിംഗ് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മാല പോലെയും ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ബാച്ച് കോഡിങ്ങും പറ്റുന്നതാണ്. പല ടൈപ്പുള്ള ബാച്ച് കോഡിങ് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് മെഷീൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് പ്രോഗ്രാം സെറ്റ് ചെയ്യാം, പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇനി നമുക്ക് ഓണാക്കാം. ഇതാണ് നമ്മളുടെ ഓൺ സ്വിച്ച് വരുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും നമുക്കിവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയാണ് സീലിംഗ് നടക്കുന്നത്. ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 20 gram ആണ് അളവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് മെറ്റീരിയൽ മെഷർ ചെയ്ത് നമ്മളുടെ പാക്കറ്റിനകത്താക്കി കൊടുത്തിരിക്കുന്ന അളവിൽ നമ്മളുടെ പൗച്ച് ഫോം ചെയ്ത് നമുക്ക് സീൽ ചെയ്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് പൗച്ച് വരുന്നത്. നമുക്ക് മുകളിലും താഴെയും 10 mm വീതിയുള്ള സീലിംഗ് വരും. അതുപോലെ ബാക്കിൽ നമുക്ക് സീലിംഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് പ്രിൻറ്റഡ് പൗച്ചസിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു പൗച്ച് ഫോം ചെയ്ത് വരുന്നത്. ഈ മെഷീനിൽ കടല പരിപ്പ് മുതലായിട്ടുള്ള ഈവൻ സൈസസിലുള്ള എല്ലാ ടൈപ്പ് ഗ്രാനുവൽസും അതോടൊപ്പം തന്നെ പഞ്ചസാര, പുട്ടുപൊടി മുതലായിട്ടുള്ള ഫ്രീ ഫ്ലോയിങ് പൗഡേഴ്സും കായ വറുത്തത്, മിക്സ്ചർ മുതലായിട്ടുള്ള ഈവൻ സൈസസിലുള്ള ചിപ്സും നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ ഫ്ലോയിങ് അല്ലാത്ത മസാല, മുളക് പൊടി മുതലായ കാര്യങ്ങൾ ഇതിനകത്ത് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ മെഷീനിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.